എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ഈ രാസലഹരിക്ക് അഡിക്റ്റ് ആവുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പുതിയ തലമുറ വീരാരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരുപാട് താരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ പലപ്പോഴും ഭയങ്കരമായിട്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ തലമുറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകൾ വലിയ രീതിയിൽ നമ്മുടെ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കഞ്ചാവ് വലിക്കുന്നതും MDMA വലിക്കുന്നതും ഒക്കെ എന്തോ ഭയങ്കര ഹീറോയിസമായിട്ട് നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് ആരാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത്? പുതിയ തലമുറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ സിനിമകളിലെ വയലൻസാണ്. നമ്മുടെ സിനിമകളിലെ വയലൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സെൻസർ ബോർഡ് വേണ്ട കരുതലുകൾ എടുക്കണം. ഇപ്പം ജെൻസി സമരം നടന്നു, CJP സമരം നടന്നു ഡൽഹിയിൽ. ഒരുപാട് ആളുകൾ പൗരബോധത്തോടുകൂടി സ്വാതന്ത്ര്യബോധത്തോടുകൂടി ആ സമരത്തിൽ പങ്കെടുത്തു. ഇവിടെയും ആളുകൾ പങ്കെടുത്തു. പക്ഷെ അവരിൽ പലർക്കും എന്താണ് വിഷയമെന്നറിയില്ല. ഇവിടെയും പല ആളുകളും പങ്കെടുത്തു. സാർ നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ തലമുറ, കേരളത്തിലെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് ലഹരി ഉപയോഗമാണ്. പ്രത്യേകിച്ച് MDMA പോലത്തെ രാസലഹരി വളരെ അമിതമായി നമ്മുടെ സമൂഹത്തിൽ കടന്നു കഴിഞ്ഞു എന്ന കാര്യത്തിൽ ഇനി അതിലൊന്നും ചെയ്യാനില്ല. ഇനി അതിനെ ഉന്മൂലനം ചെയ്യാന്നുള്ളത് മാത്രമാണ്. കാരണം ഇപ്പോൾ ഓപ്പറേഷൻ തുഫാൻ പോലുള്ള പദ്ധതികൾ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരു ചെന്നിത്തലയോ അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒഴിവാക്കാവുന്നൊരു നിലയിൽ നിന്നൊക്കെ ഒരുപാട് മുന്നിലേക്ക് പോയി കഴിഞ്ഞു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളത്തെ ഒരു ക്രൈം ലിസ്റ്റൊക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും അവസാനം സംഭവിച്ച കരുവാറ്റയില കൗമാരക്കാർ ഉൾപ്പെട്ട കൊലപാതകത്തിലടക്കം ലഹരിയുടെ സാന്നിധ്യം പറയപ്പെടുന്നുണ്ട്. സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും അതിനു മുന്നേ അധ്യാപികമാരെ പിടിക്കുന്നു. മറ്റൊരുപാട് ഡാൻസ് ഓഫ് സംഘങ്ങൾ ഒരുവിധം എല്ലാ ദിവസവും റെയ്ഡിനിറങ്ങിയാൽ ഒരു 5 മിനിറ്റ് റോട്ടിൽ നിന്ന ഒരു 10 പേരെങ്കിലും കിട്ടുന്ന അവസ്ഥയാണ് നിലവിൽ കേരളത്തിലുള്ളത്. ഇതിൽ പിടിയിലാകുന്നതിൽ നല്ലൊരു ശതമാനവും 15-നും 25-നും ഇടയിലുള്ളവരാണെന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ ഭീകരത മനസ്സിലാവും. ആരെ കൊണ്ട് ഇനി ഇത് തടയാൻ പറ്റും, അല്ലെങ്കിൽ എന്താണ് ഇനി ഇതിൻ്റെ ഒരു പോംവഴി? തൂഫാനിലൂടെ ഒരു പരിധി വരെയൊക്കെ ആയിട്ട് ഈ രാസലഹരിയുടെ ഉപയോഗവും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിതരണവും തടയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ വസ്തുത ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറ ഈ രാസലഹരിക്ക് അഡിക്റ്റ് ആവുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഈ മലയാള സിനിമകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമാണ്. പലപ്പോഴും നമ്മൾ എടുത്തു നോക്കുക, ഈ പഴയ കാലത്തെ സിനിമകൾ എടുത്ത് നോക്കിയാൽ ഈ ലാലേട്ടനും അതോടൊപ്പം തന്നെ മമ്മൂക്കയും ഒക്കെ അഭിനയിച്ചിട്ടുള്ള ഒരുപാട് സിനിമകളുണ്ട്. ഈ സിനിമകളൊക്കെ മലയാളിയുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ ഘടകമാണ്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് പുതിയ തലമുറ വീരാരാധനയോടുകൂടി നോക്കിക്കാണുന്ന ഒരുപാട് താരങ്ങൾ നമുക്കുണ്ട്. പക്ഷേ ഇവരൊക്കെ അഭിനയിക്കുന്ന സിനിമകൾ പലപ്പോഴും ഭയങ്കരമായിട്ട് വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല, ഇത് ഗോൾഡ് സ്മഗ്ലിങ് നടത്തുക. ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ നമ്മളുടെ എമ്പുരാനൊക്കെ ഇറങ്ങിയതിന് ശേഷം ഗോൾഡ് സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ട് റഷ്യയിൽ പോയേക്കുന്ന ആളുകളുണ്ട്. പണ്ട് മോഹൻലാൽ അഭിനയിച്ചിട്ടുള്ള ചില സിനിമകൾ കണ്ടതിന് ശേഷം അധോലോകമാകാൻ വേണ്ടി മുംബൈയിൽ പോയ ഒരു പയ്യനെ എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ മുംബൈയിലുണ്ടായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ക്ലാസ്സിൽ വെച്ച് കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് അണ്ടർവേൾഡ് ആകാൻ വേണ്ടിയിട്ട് മുംബൈയിലെത്തിയിട്ട് അവിടെ ഒരു ഹോട്ടൽ വെയിറ്ററായിട്ട് ജോലി ചെയ്ത ഒരാളെ അറിയാം. അങ്ങനെ ഒരുപാട് പേര് നാട് വിട്ട് മുംബൈക്ക് പോയിട്ടുണ്ട്. മോഹൻലാലിൻ്റെ 2-3 സിനിമകളുണ്ടായിരുന്നു. അഭിമന്യു പോലുള്ള സിനിമകൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ തലമുറയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമകൾ വലിയ രീതിയിൽ നമ്മുടെ തലമുറയെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. ഈ താഴെ എഴുതി കാണിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ലെന്ന് തോന്നുന്നു. ഒരു ഗുണവുമില്ല. അതൊക്കെ ആരെങ്കിലും നോക്കുന്നുണ്ടോ? ഒരാൾ പോലും നോക്കുന്നില്ല. ഇപ്പൊ സ്മോക്കിംഗ് ചെയ്യുന്നതാണ് ഹീറോ എന്ന് നമ്മുടെ പുതിയ തലമുറ വിശ്വസിക്കുന്നു. നമ്മുടെ കൗമാരക്കാർ അതാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നമ്മൾ നോക്കിയാൽ മതി. ഇപ്പോൾ പ്രണയങ്ങൾ പലതും ഈ ഗഞ്ചന്മാരോട് പ്രണയം കൂടുന്നുണ്ടോ എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതായത് കഞ്ചാവ് വലിക്കുന്നതും MDMA വലിക്കുന്നതും ഒക്കെ എന്തോ ഭയങ്കര ഹീറോയിസമായിട്ട് നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് ആരാണ് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തത്? ആ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്ത ആളുകളും ഈ സാമൂഹ്യദ്രോഹികളാണ്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അത് സിനിമയായിക്കൊള്ളട്ടെ, മറ്റ് എന്തുമായിക്കൊള്ളട്ടെ, എന്ത് ഇൻഫ്ലുവൻസേഴ്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കെതിരെയൊക്കെ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ഒന്ന് ഇൻസ്റ്റാഗ്രാമൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് നമ്മുടെ തലമുറയെ സംബന്ധിച്ചിട്ട് ഈ അണ്ടർവേൾഡ് നായകനായിട്ട് അഭിനയിച്ച് നടക്കുക, അല്ലെങ്കിൽ ഈ അണ്ടർവേൾഡുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഡയലോഗുകൾ എടുത്ത് റീൽസ് ഉണ്ടാക്കിയാൽ മാത്രമേ അവർ ഹീറോ ആയിട്ട് മാറുകയുള്ളൂ എന്നൊരു തെറ്റിദ്ധാരണ ഇവരുടെയൊക്കെ മനസ്സിലുണ്ട് എന്നെനിക്ക് തോന്നുന്നു.
പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലത്തെ ജീവിത സാഹചര്യങ്ങളെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്ന ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. സന്ദേശം പോലുള്ള സിനിമകൾ എടുത്ത് നോക്കുക, നാടോടിക്കാറ്റ് പോലുള്ള സിനിമകൾ എടുത്ത് നോക്കുക. ഇതൊക്കെ നമ്മുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ പരാമർശിക്കുന്ന ചിത്രങ്ങളായിരുന്നു. അവിടെ നിന്നുമാണ് ഇപ്പോൾ ഈ വയലൻസിന് ഇത്രയും പ്രാധാന്യം നൽകുന്ന ചിത്രങ്ങൾ എടുക്കുന്നത്. ഈ വയലൻസ് ആണ് ഹീറോയിസം എന്ന് പലരും ധരിക്കുന്നു. അതുകൊണ്ടാണ് ഗുണ്ടകൾക്ക് കേരളത്തിൽ ആരാധകർ കൂടുന്നത്. ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള ഫാൻസ് അസോസിയേഷനെ ഉൾപ്പെടെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ശ്രദ്ധ പതിയേണ്ടതുണ്ട്. അതുകൂടാണ്ട് ഈ സിനിമയ്ക്കകത്ത് പെരുകി വരുന്ന ഈ ഒരു വയലൻസ്, ഈ വയലൻസ് ആണോ ഹീറോയിസം എന്ന് പറയുന്നത്? വയലൻസ് അല്ല ഒരിക്കലും ഹീറോയിസം എന്ന് പറയുന്നത്. ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുന്നതാണ് ഹീറോയിസം എന്ന് പറയുന്നത്. നമ്മുടെ പുതിയ തലമുറയെ സംബന്ധിച്ചിട്ട് നല്ല ഡ്രസ്സ് ധരിക്കുക, അവർക്ക് ക്യാരക്ടർ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അല്ല അവർ പരിശോധിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണൽ കപ്പാസിറ്റിയെ കുറിച്ചൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. നല്ല ഡ്രസ്സ് ധരിച്ച് നടന്നാൽ എന്തൊക്കെയോ ആയി മാറി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. അതേസമയം നമ്മുടെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞ പ്രണയങ്ങൾ, ഈ പ്രണയങ്ങളൊക്കെ ഏത് വിധേന നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കാത്തത്. കാരണം സിഗരറ്റ് വലിക്കുന്നവനാണ് ഹീറോ, അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്നവനാണ് ഹീറോ, അല്ലെങ്കിൽ MDMA വലിക്കുന്നവനാണ് ഹീറോ. ഇങ്ങനത്തെ ഒരു പൊതുബോധം എങ്ങനെ നമ്മുടെ കൗമാരക്കാരുടെ മനസ്സിലേക്ക് കയറിക്കൂടി എന്നുള്ളത് പൊതുസമൂഹം വളരെ വലിയ രീതിയിൽ ചിന്തിക്കേണ്ട വിഷയമാണിത്. കുറച്ചൊക്കെ വയലൻസ് ഉള്ളവർക്ക് റീച്ചുള്ളൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട്. തെറി പറയുന്നത് എന്തോ വലിയൊരു സംഭവമാണ്. പണ്ട് വളരെ മോശപ്പെട്ട പല പദങ്ങളും ഇന്ന് പ്രയോഗിക്കുന്നത് അഭിമാനമാണ്, അല്ലെങ്കിൽ എന്തോ ഒരു വിപ്ലവമാണ് എന്നൊക്കെയാണ് ഇവർ കരുതിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഫെമിനിസം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് ഫെമിനിസം എന്ന് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ അവരെ സംബന്ധിച്ചിട്ട് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ചില ആളുകളുടെ മുഖങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഫെമിനിസം എന്നാണ് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ശരിക്കുള്ള ഫെമിനിസം എന്താണ് എന്നുള്ളത് നമ്മുടെ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് ഈക്വാലിറ്റി ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവർ കൃത്യമായിട്ട് ഒരു ധാരണ അവരിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിലെ പുതിയ തലമുറ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാസലഹരിക്ക് അടിമപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് നമ്മുടെ സിനിമകളിലെ വയലൻസാണ്. നമ്മുടെ സിനിമകളിലെ വയലൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് സെൻസർ ബോർഡ് വേണ്ട കരുതലുകൾ എടുക്കണം. ആ സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലെ, നായകൻ കാണിക്കുന്നത് പോലെ കാണിച്ചാൽ മാത്രമേ തങ്ങളും ഒരു ഹീറോ ആയിട്ട് മാറത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ ഒരു പെൺകുട്ടി സ്നേഹിക്കത്തുള്ളൂ എന്ന ധാരണയിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട്. പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. ഇന്ന് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഈ പല ആളുകളും വലിയ വലിയ അംബീഷ്യസ് ആണ്. എല്ലാവരും ഭയങ്കര അംബീഷ്യസ് ആണ്. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കെല്ലാവർക്കും ഡിഗ്രി കഴിഞ്ഞാൽ അപ്പം തന്നെ വലിയ ശമ്പളമുള്ള ജോലി വേണം, BMW എടുക്കണം. അപ്പോൾ അങ്ങനെ പണക്കാരാകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് റഷ്യക്ക് പോകുന്നു. റഷ്യക്ക് പോയതിന് ശേഷം അവിടുന്ന് ഗോൾഡ് സ്മഗ്ലിംഗ് നടത്തുന്നു, അത് വഴിയായിട്ട് അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കൽ നടത്തുന്നു. അപ്പോൾ അതുകൊണ്ട് വലിയ സമ്പന്നനായിട്ട് മാറുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകെ നമ്മുടെ പുതിയ തലമുറ പോകും. അവർക്കിതിനെക്കുറിച്ച് കൃത്യമായ ധാരണയൊന്നുമില്ല. റഷ്യയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരും വലിയ സമ്പന്നരായിട്ട് തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ ഇത് ജോലിയേക്കാൾ ഉപരിയായിട്ട് പെട്ടെന്ന് പൈസ ഉണ്ടാക്കുക. അങ്ങനെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവതലമുറ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ MDMA വിതരണം എന്ന് പറയുന്നത്. ഈ MDMA വിതരണം അല്ലെങ്കിൽ ഈ നാർക്കോട്ടിക്സിൻ്റെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ട് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. തൂഫാൻ ഒരു പരിധി വരെ അതിനകത്ത് വിജയം കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെയും ഈ സിനിമകൾ ഇപ്പോഴിറങ്ങിയിരിക്കുന്ന ഒരുപാട് സിനിമകളിൽ ഈ വയലൻസ് ആണുള്ളത്. കാട്ടാളൻ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങി, ഇപ്പോഴത്തെ ഖലീഫ ഇറങ്ങിയിരിക്കുന്നു. കാട്ടാളൻ സിനിമയ്ക്കകത്തൊക്കെയുള്ള വയലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണത്? ആനക്കൊമ്പിനുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള സിനിമയാണത്. ഇപ്പോൾ ഇത് ഖലീഫ ഇറങ്ങിയിരിക്കുന്നത്. ഖലീഫയ്ക്ക് അത് ഗോൾഡ് സ്മഗ്ലിംഗ് ആണ്. ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? അതിനു മുമ്പ് ഒരു മാർക്കോ എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയായിരുന്നു. എന്തൊരു വയലൻസ് ആയിരുന്നത്! ഈ വയലൻസിനെ ആളുകൾ ഇഷ്ടപ്പെടുമ്പോഴാണ് സമൂഹത്തിൽ ആക്രമണങ്ങൾ കൂടുന്നത്. ചായ കുടിച്ചിട്ട് ചായക്ക് മധുരം കുറഞ്ഞു പോയെന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിൻ്റെ ഉടമസ്ഥനെ പിടിച്ച് തല്ലുന്ന അവസ്ഥ, പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞുകൊണ്ട് ഹോട്ടലിൻ്റെ ഉടമസ്ഥനെ പിടിച്ച് തല്ലുന്ന അവസ്ഥ. അതുകൂടാണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി തൻ്റെ പുറകിലുണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ, കാർ ഓടിക്കുന്ന ആളുകളെ. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവം ഉണ്ടായി. ഞാനിവിടെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ട് പുറകിൽ വേറൊരു വണ്ടി കിടക്കുന്നുണ്ട്. ആ വണ്ടിക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൂടെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ആവശ്യത്തിന് സ്ഥലമുണ്ട്. പക്ഷേ എന്താ അവൻ ചെയ്തതെന്ന് ചോദിച്ചാൽ, 2 ആൺകുട്ടികൾ പുറകിലിരിക്കുന്നു, പുറകിലൊരു പെൺകുട്ടി ഇരിക്കുന്നു. ഇവൻ അപ്പം തന്നെ ഭയങ്കര ഹീറോ ആവാൻ വേണ്ടിയിട്ട് എന്നെ തെറി പറയുകയാണ്. ഞാൻ പറഞ്ഞു, ആ സൈഡിൽ കൂടെ പോകാമല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ തെറി പറഞ്ഞുകൊണ്ടിരാണ്. ഞാനപ്പോൾ കാറ് പതുക്കെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഇറങ്ങിച്ച് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അന്നേരത്തേക്കും ഒക്കെ ശാന്തരായി, വണ്ടി എടുത്തുകൊണ്ട് പോയി. ഇത് എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? കാരണം പെൺകുട്ടികൾക്ക് മുമ്പിൽ ഹീറോ ആകണം എന്നുണ്ടെങ്കിൽ തല്ലുണ്ടാക്കിയാലേ അല്ലെങ്കിൽ തെറി വിളിച്ചാലേ അങ്ങനെ ഹീറോ ആകുകയുള്ളൂ എന്നൊരു വിചാരമാണോ ഇവർക്കുള്ളത്? അത് ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? കുട്ടികളുടെ ആഗ്രഹങ്ങൾക്കും ഇപ്പോൾ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അതായത്
ഇപ്പം കഴിഞ്ഞ ആ കരുവാറ്റ സംഭവത്തിൽ തന്നെ അവർ ബൈക്കുകൾ വാങ്ങാൻ പണം മോഷ്ടിച്ചു എന്ന് പറയുന്നു. അവർക്ക് 15-16 വയസ്സേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഈ 15-16 വയസ്സുള്ള ആൾക്കാർക്ക് ബൈക്ക് ഒരു ആഗ്രഹമായി വരുന്നെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ. അത് ബൈക്ക് എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞ ബൈക്കുകളൊന്നും അല്ല അവർക്ക് ആവശ്യമായിട്ടുള്ളത്. അവർക്ക് വേണ്ടത് BMW പോലുള്ള ബൈക്കുകളാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. അല്ലെങ്കിൽ സിനിമകൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള വയലൻസ് സിനിമകൾ ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധമുണ്ട്. ആ പൊതുബോധം തെറ്റാണ് എന്ന് പറയാനായിട്ട് നമ്മുടെ സാമൂഹിക ക്ഷേമ വകുപ്പൊക്കെ തയ്യാറാവണം. ഈ തിയേറ്ററുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലുള്ള പടങ്ങൾക്കെല്ലാം സർട്ടിഫിക്കറ്റ് ആയിരിക്കാം. അതിനർത്ഥം ഇത്ര പ്രായപരിധിയിലുള്ളവർക്ക് കയറാൻ പാടില്ല എന്ന്. പക്ഷെ നമ്മുടെ നാട്ടിലെ തിയേറ്ററുകളിൽ അങ്ങനെ കൃത്യമായിട്ട് നോക്കുന്നില്ല. എല്ലാ പ്രായക്കാരും കയറുന്നുണ്ട്. അതാരെങ്കിലും തടഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. ഇത് പുറത്ത് ഇത് നടക്കില്ല. കൃത്യമായി അങ്ങനെ കൊണ്ടുവരുന്ന മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കുന്ന രാജ്യങ്ങളെ വരെ എനിക്കറിയാം. പക്ഷെ നമ്മുടെ നാട്ടിൽ മാതാപിതാക്കളടക്കം ഇത്തരം സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമകൾക്ക് കുട്ടികളെ കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ തിയേറ്ററുകാർ കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ടല്ലോ. കാരണം തിയേറ്ററുകാർ മാത്രമല്ല, അതിൻ്റെ പ്രാദേശികമായിട്ട് ഉള്ള പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിനെ പരിശോധന നടത്തേണ്ടതാണ്. അപ്പോൾ പറയും അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ്. ഇത് സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമല്ല. അങ്ങനെയാണെങ്കിൽ സർട്ടിഫിക്കറ്റ് ആവശ്യം. ഉത്തരവാദിത്തമില്ലാത്ത ഒരു തലമുറയാണ് ഇവിടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആ തലമുറയെ ഉത്തരവാദിത്ത ബോധത്തിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പം ജെൻസി സമരം നടന്നു, CJP സമരം നടന്നു ഡൽഹിയിൽ. ഒരുപാട് ആളുകൾ പൗരബോധത്തോടുകൂടി, സ്വാതന്ത്ര്യബോധത്തോടുകൂടി ആ സമരത്തിൽ പങ്കെടുത്തു. ഇവിടെയും ആളുകൾ പങ്കെടുത്തു. പക്ഷെ അവരിൽ പലർക്കും എന്താണ് വിഷയമെന്നറിയില്ല. ഇവിടെയും പല ആളുകളും പങ്കെടുത്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് പച്ചത്തെറി വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടു. പച്ചത്തെറി ആ സമരത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ തന്നെ നശിപ്പിക്കത്തക്ക രീതിയിലുള്ള തെറി വിളിക്കും നമ്മൾ കേട്ടു. ആ തെറിയൊക്കെ എവിടെ നിന്ന് വരുന്നു? അവർക്ക് ആളാകാൻ കിട്ടുന്നൊരു അവസരമാണത്. അവർക്ക് ആളാവാൻ വേണ്ടിയിട്ട് കിട്ടുന്നൊരു അവസരം, സോഷ്യൽ മീഡിയയിൽ പെട്ടെന്ന് വ്യൂസ് കൂടാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ആളാകാൻ വേണ്ടിയിട്ട്, സ്റ്റാർ ആവാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മലയാളത്തിൽ ഇറങ്ങുന്ന സിനിമകളിൽ സെൻസർഷിപ്പ് ശക്തമാക്കേണ്ടതുണ്ട്, ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മൾ ഈ കുക്കു FM എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഈ കുക്കു FMൻ്റെ അകത്ത് കഥകൾ കണ്ടിട്ടുണ്ടോ? കോടീശ്വരനായ ഒരുത്തൻ വേലക്കാരനായിട്ട് ഒരു വീട്ടിലെത്തുന്നു, ആ പെണ്ണുവിനെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മുടെ പൊതുസമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ മറ്റേ ഒരു ഭാര്യ, അവർ തൻ്റെ സ്വന്തമായിട്ട് കച്ചവടം ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. അതിനുശേഷം അവളുടെ ഭർത്താവിനെ ഇട്ടിട്ട് പോകും. ഇങ്ങനെയൊക്കെ എത്ര കുക്കു FMൻ്റെ എത്ര സ്റ്റോറികളാണ് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റോറികളൊക്കെ വല്ല ലോജിക്കായിട്ട് വല്ല ബന്ധമുണ്ടോ? 1 ലക്ഷം കോടി ഞാനിതാ നിനക്കിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, 5 ലക്ഷം കോടിയുടെ ആസ്തി ഉണ്ട് എനിക്ക്. ഇതൊക്കെ നമ്മുടെ ചെറുപ്പക്കാരുടെ തലയ്ക്കുള്ളിലേക്കാണ് കയറുന്നത്. ഇതിനൊക്കെ നിയന്ത്രണം കൊണ്ടുവരേണ്ടതല്ലേ? ഈ 16 വയസ്സിന് താഴെയുള്ളവർക്ക് സോഷ്യൽ മീഡിയ ബാൻ കൊണ്ടുവരുന്നത് ഉപകാരമാവും കുറേ കാര്യം? തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യമാണ്. കാരണം ഈ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെ, ഈ പറഞ്ഞ ഫേസ്ബുക്ക് ഉൾപ്പെടെ ഉള്ളതിന് നിയന്ത്രണം വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പറയുന്നത് ഈ കുക്കു FM പോലെയുള്ള സംഭവങ്ങളുണ്ടല്ലോ, അത് നിർത്തിക്കളയേണ്ടതാണത്. നമ്മുടെ ജീവിതവുമായിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് കഥകളായിട്ട് പടച്ചു വിടുന്നത്. പണ്ടത്തെ നോവലുകൾ എടുത്ത് നോക്കൂ. പണ്ടത്തെ ഇംഗ്ലീഷ് നോവലുകളായിക്കോട്ടെ, മലയാളം നോവലുകളായിക്കോട്ടെ, ബംഗാളി നോവലുകളായിക്കോട്ടെ, ആ നോവലുകളിൽ നിന്ന് നമുക്ക് ആ ഒരു നാടിൻ്റെ സംസ്കാരത്തെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ സാധിക്കുമായിരുന്നു. അവിടെയുള്ള പുഴകളെക്കുറിച്ചും, അവിടെയുള്ള പ്രകൃതിയെക്കുറിച്ചും, അവിടെയുള്ള റോഡുകളെക്കുറിച്ചും, അവിടെയുള്ള സാംസ്കാരിക പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒക്കെ നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളല്ലേ വരേണ്ടത്, അങ്ങനെയുള്ള നോവലുകളല്ലേ സിനിമയായിട്ട് വരേണ്ടത്. ഇത് ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിൽ ഉള്ള വയലൻസ് കാണിച്ചുകൊണ്ട് സിനിമ ഇറങ്ങുക. ആ സിനിമയെ നമ്മൾ എന്താ പറയുക ഇതിനതൊക്കെ? കാരണം ഇതൊക്കെയാണ് സിനിമ എന്ന് ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, അല്ലെങ്കിൽ ഇതാണ് ജീവിതമെന്ന് നമ്മുടെ പുതിയ തലമുറ തെറ്റിദ്ധരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരിക്കലും അറിഞ്ഞുകൂടാ ഇത് സെൻസർ ബോർഡ് എന്തിനു വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെയുള്ള സിനിമകൾക്ക് എന്തുകൊണ്ട് പെർമിഷൻ കൊടുക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. സെൻസർ ബോർഡ് ഒരു പക്ഷേ രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രം വെട്ടിനിരത്തുന്ന തിരക്കിലായിരിക്കും. രാഷ്ട്രീയമായിട്ട് വെട്ടിനിരത്തുന്നതല്ലോ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമല്ല. കാരണം ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ പുതിയ തലമുറയുടെ മസ്തിഷ്കത്തിലേക്ക് ഇട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു തലമുറയെ നശിപ്പിക്കുന്നതിന് തുല്യമാണത്. ഒരു തലമുറയെ നശിപ്പിക്കുന്നതിന് രാസലഹരിക്ക് തുല്യമായിട്ടുള്ളൊരു കാര്യമാണത്. അതുകൊണ്ട് ലോജിക്കില്ലാത്ത ഇതേപോലെയുള്ള വയലൻസ് സിനിമകളെ നിരോധിക്കപ്പെടേണ്ടതുണ്ട്. കാരണം കുട്ടികൾ ആ രീതിയിലേക്ക് ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ രാസലഹരികളുടെ ഒക്കെ വിതരണക്കാരായിട്ട് നമ്മുടെ പല ചെറുപ്പക്കാരും പിടിക്കപ്പെടുന്നത്, പല കൗമാരക്കാരും പിടിക്കപ്പെടുന്നത്. അതായത് പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ടെന്ന്. പെൺകുട്ടികൾ ഉൾപ്പെടെയുണ്ട്, വീട്ടമ്മമാരുണ്ട്, ടീച്ചർമാരുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതെവിടേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്? പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ്.
അതുകൊണ്ട് ഇതുപോലുള്ള വയലൻസ് സിനിമകൾ ഇവിടെ നിയന്ത്രിക്കപ്പെടണം. ഇപ്പം നമ്മളിത് പറയുന്ന സമയത്ത് പക്ഷേ പറയായിരിക്കും തന്തവയുവാന്ന് പറയായിരിക്കും. തന്തവയുവായിട്ടൊന്നും അല്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ പൊതുസമൂഹം കാണേണ്ടതാണ്. സിനിമ എന്ന് പറയുന്നത് ആസ്വദിക്കേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷേ ആ സിനിമയ്ക്കകത്തേക്ക് ഇതുപോലെ വയലൻസ് കുത്തി നിറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുസമൂഹത്തോട് ചെയ്യുന്ന ഒരു അപരാധമാണ്. അത് കൂടാതെ തന്നെ പുതു തലമുറ എന്താണ് വിചാരിക്കുക, കൗമാരക്കാരെന്താണ് വിചാരിക്കുക, ഇതൊക്കെയാണ് ജീവിതമെന്ന്. സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി വിജയിച്ചേക്കുന്ന എത്ര പേരുണ്ട്? അല്ലെങ്കിൽ വലിയ ഗുണ്ടയായിട്ട് സ്വസ്ഥതയോടുകൂടി ജീവിച്ചു മരിച്ചേക്കുന്ന ഒരാളുടെ പേര് പറയാമോ? ഈ രാജ്യത്ത് ഗുണ്ടയായിട്ട് ജനിച്ചിട്ടുള്ള ഒരുവരും സ്വസ്ഥതയോടെയോ സമാധാനത്തോടെയോ ഇവിടെ മരിച്ചിട്ടില്ല. അവരുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ് എന്ന് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. വളരെ ക്ലേശമേറിയ ജീവിത സാഹചര്യങ്ങൾക്കൊടുവിൽ അവർ ക്ലേശിച്ച് തന്നെയാണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ അതാണ്. അല്ലെങ്കിൽ സിനിമയെ സിനിമയായിട്ട് കാണാൻ വേണ്ടി ഉള്ളൊരു ബോധമുള്ള തലമുറയായിരിക്കണം. അങ്ങനെ അത്രത്തോളം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിലൊന്നും പെടാത്ത ഒരു സമൂഹം നമുക്കിടയിലുണ്ട്, കൗമാരക്കാർക്കിടയിലുണ്ട്. വളരെ സ്മാർട്ടായിട്ടുള്ള, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു തലമുറ നമുക്കുണ്ട്. എങ്കിലും എല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? എല്ലാവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ? ഗുണ്ടായിസം കാണിച്ചാൽ മാത്രമാണ് ഹീറോയിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റല്ലേ ഇത്? അല്ലെങ്കിൽ ഇത് പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ഈ പൊതുബോധമുണ്ട്, ആൺകുട്ടികളുടെ മനസ്സിലേക്ക് ഈ പൊതുബോധമുണ്ട്. അവരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിച്ചാൽ മാത്രമാണ് തങ്ങൾക്കൊരു കാമുകിയെ കിട്ടുമെന്ന് പുരുഷന്മാർ ഈ ആൺകുട്ടികൾ വിചാരിക്കുന്നു. അതിലെന്തർത്ഥമാണുള്ളത്? അതിലൊക്കെ എന്ത് ലോജിക്കാണുള്ളത്? ഇന്ന് യഥാർത്ഥ ഹീറോ ആരാണ് എന്ന് പുതിയ തലമുറയെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലുള്ള സിനിമകൾ വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.